എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കുറേ വഴക്കൊക്കെ കേട്ടു തുടങ്ങി കമന്റ് ബോക്സിൽ. താനിത് എവിടെയാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാൻ ഒരു എന്താ പറയുക, എന്നെ തന്നെ പഠിക്കുന്ന ഒരു പ്രോസസ്സിലായിരുന്നു ഇവിടെ. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ ഇന്നർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞു. എന്നെ തന്നെ തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സിലൂടെ ആയിരുന്നു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ 2 മാസം എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള മാസങ്ങളായിരുന്നു. ഞാൻ എവിടെയൊക്കെയോ എന്നെ കൈവിട്ടു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സമയമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ എന്നെ കണ്ടു കിട്ടും, കൂടെ കൂട്ടിയിട്ട് പോരണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ. നിങ്ങളുടെ വർഷം എങ്ങനെയാണ്? എന്തൊക്കെയാണ് തീരുമാനങ്ങളിൽ നിന്ന്? നിങ്ങളോട് കുറേ വിശേഷങ്ങളും പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. പൊതുവെ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബാധ്യതയായിട്ട് ഇങ്ങനെ നിൽക്കൂടാ. അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അതൊരു ഭാരമാവരുതല്ലോ ജീവിതത്തിൽ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളും റെസൊല്യൂഷൻസും ഒന്നും എടുക്കാറില്ല. പക്ഷേ ഇക്കൊല്ലം എനിക്ക് കുറച്ച് റെസൊല്യൂഷൻസ് അല്ല, കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുമ്പോൾ ഞാനത് പാലിക്കാൻ ബാധ്യസ്ഥയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരു ഉപദേശമൊന്നുമല്ല. അതിൽ ആദ്യത്തെ കാര്യമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, തലൂർ വീട്ടിൽ ഞാൻ ആയിരുന്ന സമയത്ത് എന്നും കാലത്ത് അമ്പലത്തിൽ പോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എവിടെയൊക്കെയോ വെച്ച് ഞാൻ അമ്പലത്തിൽ പോകാൻ മറന്നു, വിളക്ക് വെക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദൈവം എന്നതിലുപരി ഒരു ഊർജം എന്തിനൊക്കെയോ നമ്മളിങ്ങനെ നിലനിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ കൈപിടിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് കുറച്ച് നേരം എന്നെ അറിയാനും, ഇന്നത്തെ ഒരു ദിവസം കണ്ണ് തുറന്ന് എനിക്ക് ചുറ്റുമുള്ളവരെ കാണാൻ ഭാഗ്യമുണ്ടായി. എനിക്ക് ചുറ്റുമുള്ളവർ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ദൈവത്തോടൊരു നന്ദി പറയുന്ന, അല്ലെങ്കിൽ ആ ഊർജ്ജത്തോടൊരു നന്ദി പറയുന്ന കുറച്ച് നിമിഷം കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളോടൊപ്പം ഇരുന്ന് ചിലവഴിക്കുന്ന കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതൊന്നും ഇവരൊക്കെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം എന്താ പറയുക, ഒരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ശ്രീകുട്ടൻ്റെ ഒപ്പം കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു അരമണിക്കൂറെങ്കിലും. കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളാന്ന് പറഞ്ഞില്ലേ, അത് എന്താ പറയുക, വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ഞാൻ എന്നെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫണ്ടമെൻ്റൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ വർഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ എന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു 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 തുറുപ്പ് ചീട്ടാണ് ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എൻ്റെ കൂടെ കൂടണം എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടിക്കോളൂ കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ നമുക്ക് എടുത്ത് മുന്നോട്ട് പോവാം. അത് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു മാഗ്നറ്റിക് ദിസ് വിക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. കുറേയൊക്കെ വേസ്റ്റായി പോവുക. അങ്ങനെ വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഭൂമിയിലത്തെ എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരല്പം പോലും വേസ്റ്റാക്കാതെ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചത്. നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ ഇന്നർ എനർജിയുടെ ക്ലാസ്സിൽ പോയപ്പോഴേക്കും മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എന്തിട്ടാന്നൊക്കെ നോക്കി അതൊക്കെ യൂസ് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജ് റീസ്റ്റോക്ക് ചെയ്യാനും നമ്മുടെ റീസ്റ്റോർ ചെയ്യാനൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീക്കിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെക്കണം, അതുപോലെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കണം, ഗ്രോസറികൾ എന്തെല്ലാം മേടിക്കണം എന്നുള്ളതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് ഇത്. നമുക്ക് മാഗ്നറ്റിക് ബോർഡാണ് കേട്ടോ. ഏതൊരു ഇരുമ്പിൻ്റെ ഒരു സംഭവത്തുമ്പോഴും നമുക്കിത് ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജുമ്പോഴാണ് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. അതിനോടൊപ്പം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു എറൈസറും അതോടൊപ്പം തന്നെ 2 മാർക്കറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതും മാഗ്നറ്റിക് തന്നെയാണ്. ഇത് ഫ്രിഡ്ജിന്മേൽ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റും. പിന്നെ 2 ചോക്ക് വെക്കാനായിട്ടുള്ള 2 ഹോളും കൂടി തന്നിട്ടുണ്ട്. കണ്ട, പെട്ടെന്ന് തന്നെ അത് ഒട്ടി. ഇതിൽ നമുക്ക് സൺഡേ തൊട്ട് സാറ്റർഡേ വരെ ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് അവർ ഒരു കോളം കള്ളി വരച്ചിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസറി ലിസ്റ്റാണ്. എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് എഴുതി വെക്കാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി.
പിന്നെ നോട്ട്സ് എന്തെങ്കിലും നമുക്ക് വേറെ നോട്ട്സുകൾ ബർത്ത്ഡേകളോ അല്ലെങ്കിൽ പാലിൻ്റെ പൈസ കൊടുക്കേണ്ട സമയങ്ങളോ ഇവിടെ അതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് പത്രത്തിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ 2 പേന എന്ന് പറയുന്നത് ഇതുപോലെ അവർ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 2 തട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കിയിട്ട് സംഭവം റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. അത്യാവശ്യം നല്ല വലിയ ബോർഡായ കാരണം കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മായ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ആദ്യം മായ്ച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മായില്ല എന്ന് തോന്നി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് അച്ചടക്കത്തോടെ കൂടെ മുന്നോട്ട് പോകാമെന്ന് വെച്ചു. അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും അധികം നമ്മൾ ലേസിനെസ് കുറയ്ക്കാൻ, നമുക്ക് മടിയില്ലാണ്ടാവി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അച്ചടക്കത്തോടെ കൂടെ ജീവിക്കുക എന്നുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞ് ഉപദേശിയാവേണ്ടത് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡൈൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ കണ്ടാലും മതി. പക്ഷെ നിങ്ങൾ കാണാണ്ടിരിക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞോളൂ. ഞാൻ കുറച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വയ്ക്കാം. ഇത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടല്ല, കുറച്ച് നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ടേ നമ്മളിങ്ങനെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. ഓരോ കോണ്ടന്റുകളും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിൽ എഴുതി വെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഷോർട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ചുവട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ പേരാണ് ചുവട് എന്നുള്ളത്. അതൊരു മലയാളം പ്ലാനിങ് ബുക്കാണ് കേട്ടോ. മന്ത്ലി പ്ലാനിങ്, ഡെയിലി പ്ലാനിങ് ബുക്കാണ്. ഇതാണ് പൊതുവെ ഞാൻ ഉപയോഗിക്കുന്ന ബുക്കുകൾ. കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ആരോടൊക്കെ എങ്ങനെയാണ് ആ ബുക്ക് ഉപയോഗിക്കുക എന്നൊക്കെ അറിയാം. നമുക്ക് വരവ് ചെലവ് കണക്കുകൾ കാര്യങ്ങളുണ്ടാവും. പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓൺ ഡേറ്റിന് നമുക്ക് അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. സ്പെഷ്യലി പറയാനുള്ളത് ഇപ്രാവശ്യത്തെ ചുവട് ബുക്ക് എന്ന് പറയുന്നത് മലയാളത്തിലായതുകൊണ്ട് എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ്. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ശ്രീജിയുടെ ഉയരങ്ങളിലേക്ക് ശ്രീജിയുടെ ചുവട് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബുക്ക് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ. അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാത്തത്. ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചു ശ്രീതിൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന്. ലിങ്ക് ഇല്ലടാ. അപ്പോൾ ഹലോ ശ്രീജ എന്ന് പറഞ്ഞ് തുടങ്ങാൻ നമുക്ക്. ജനുവരിയിലത്തെ കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുക. അതായത് ഇന്ന് എന്ത് ചെയ്ത് അവസാനിപ്പിക്കണം, അത് നിർബന്ധമായും നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളവിടെ എഴുതുന്നത്. അതായത് അവസാനിപ്പിച്ച് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ നേരെ ഒരു ടിക്കിടുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക്. നമ്മൾക്ക് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തു എന്നുള്ളതാവുമ്പോൾ ഒരു എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഒക്കെ വരില്ലേ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് കുറേ നാളായിട്ട് ഞാനിത് പരിശീലിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണും. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും. കടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശ്രീകുട്ടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ഇഷയിൽ പോയ കാരണം കൊണ്ട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും. അതൊക്കെ എഴുതി കൂട്ടി അവസാനം കിടക്കുന്നതിനേക്കാൾ മുന്നേ നാളത്തേക്കുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഇന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് നേരെ ഓരോ ടിക്ക് ഇടും. ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണെന്ന്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റിൽ വീണ്ടും എഴുതി വയ്ക്കും. ഇപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ബുക്കുകളിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. പൊതുവെ ഞാൻ ഡയറി എഴുതുന്ന ആളാണ്. അത് കാരണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്ലാനിങ്ങുകൾ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും എഴുതാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എഴുതി നോക്കൂ. നമ്മുടെ ടെൻഷൻസുകളായാലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ചിന്തകളായാലും ഇങ്ങനെ എഴുതുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഫീൽ ബെറ്റർ. എല്ലാവരും 2023 എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുറേ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവാം, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചില ആൾക്കാർക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. ലൈഫാണ് നമ്മളിവിടെ ആരും പെർമനൻ്റ് ആയിട്ടുള്ളവരല്ല. നമ്മൾ എന്നായാലും പോവാണ്ടി വരും. ഒരിക്കൽ നമ്മളും പോകണം. അപ്പോൾ ഈ നിമിഷം മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത്. ലിവ് ഇൻ ദി പ്രസൻറ്റ് എന്ന് പറയില്ലേ, അതിലാണ്. അത് ചിലപ്പോൾ സങ്കടമായിരിക്കാം, സന്തോഷമായിരിക്കാം. ഈ നിമിഷവും കടന്നു പോവും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് കുറച്ചും കൂടി സിമ്പിളാവുമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഡിപ്രഷൻ മൂഡ് ഓവർകം ചെയ്തത് കേട്ടോ. യോഗ ചെയ്യാൻ തുടങ്ങി.
മാത്രമല്ല ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പൊതുവെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളത് ബി ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരുന്നു. എവിടെയൊക്കെ വെച്ച് നമുക്ക് ചെറിയ ചെറിയ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ നമ്മുടെ ഈ സ്ഥലം മാറലും ഈ ഒരു ഒറ്റപ്പെടലൊക്കെയാണ് നമ്മളെ കുറച്ചൊന്ന് ബാക്കിലോട്ട് തള്ളിയത്. പക്ഷെ പൂർവാധിക ശക്തിയോടെ ഇടിച്ചു കയറി ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും. അതിനുള്ളൊരു എനർജിയും ഒരു പവറും ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. നമ്മൾ പതുക്കെ 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 എല്ലാം സ്ലോ ആയിട്ട് ആമയുടെ പോലെ നമുക്ക് ഇഴഞ്ഞിഴഞ്ഞ് നേടിയെടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കിട്ടണം എന്നായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല എനിക്ക്. ഞാൻ കുറേ മെച്ചൂർഡായെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ചിലപ്പോൾ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അങ്ങ് മാറ്റും. 2024 എനിക്ക് ഏറ്റവും അധികം ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്, കാർ ഓടിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളത്. എനിക്ക് 2 വീലറൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 2 വീലറൊക്കെ ഞാൻ ഓടിപ്പിക്കുന്ന ആളാണ്. കാർ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ കാർ ഓടിപ്പിക്കാൻ പഠിക്കണം. ഭാഗ്യം പഠിപ്പിച്ചു തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാഗ്യത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഞാൻ തന്നെ വണ്ടി എടുക്കുന്നതിൽ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു കാറ് ഓടിപ്പിക്കാൻ പഠിക്കണം, സ്വന്തമായിട്ടൊരു കാർ എടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ 2024 വേറൊരു തീരുമാനമാണ് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ് കേട്ടോ ഞാൻ. ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന, നേരിട്ട് മൂത്തോക്കി അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷേ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആൾക്കാർക്ക്. എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. നിങ്ങൾ അങ്ങനെ ഇല്ലേ, അങ്ങനെ ഞാനും ഇങ്ങനെയാണല്ലോ ശ്രീ എന്ന് പറയണില്ല, അതന്നെയാണ് സംഭവം. അപ്പോൾ ആ ഒരു സ്വഭാവം ഞാൻ മാറ്റിവെക്കുകയാണ്. ഞാൻ എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ് 2023 ഈ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെയും അകമെഴിഞ്ഞ് വിശ്വസിക്കരുത്. ആരിലും അഗാധമായി നമ്മൾ എന്താ പറയുക, ഒരു സ്നേഹം അർപ്പിക്കരുത്. വിത്തൗട്ട് ഒരു അൺകണ്ടീഷണൽ ലവ് ആരുടെ അടുത്തും ഉണ്ടാവരുത് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് എനിക്ക്. പൊതുവേ ഇങ്ങനെ റിലേഷൻസ് ഇപ്പോൾ കൂട്ടുകാരായാലും അങ്ങനെ അധികമൊന്നും ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന കുറച്ച് അനുഭവങ്ങൾ 2024 ഉണ്ടായി. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുന്ന കുറേ ഇതുകൾ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അവരുടെ തിരക്കുകളിൽ നമ്മളെ ഒഴിവാക്കുന്നതിലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർ തിരക്കുകളാന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഒരുപാട് ആഴത്തിൽ ആരും സ്നേഹിക്കരുത്. പിന്നെ അവർ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻസ്, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് ആകെ കൂടി ഒരു ഗഡ്ബഡായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ആരെയും അകമഴിഞ്ഞ് സ്നേഹിക്കരുത് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കരുത് എന്നാണ് പറയുക. കാരണം നമ്മുടെ തെറ്റാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കുമ്പോഴേ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവർ പോലും മനസ്സിലാക്കില്ല, നമ്മൾ പോലും മനസ്സിലാക്കില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് എന്ന്, നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു തേനീച്ചയുണ്ട്, കൂന്ന് മൂളുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ അത്? ചീച്ചുട്ടൻ പിന്നെ നമ്മൾ ഒരു പ്ലാനിങ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് അതൊരു കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചൊരു പ്ലാനിങ് ബോർഡാണ് കേട്ടോ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മളായിട്ട് ഒരു മണി അരി പോലും, ഒരു ചോറ്, ഒരു കടല പോലും കളയരുത് എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ മേടിച്ചതാണ് ഈ ഒരു സംഭവം. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ചുവട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇതാണ് ചുവട് എന്ന് പറയുന്നത്. ചുവട് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു പുസ്തകമാണ്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷേ ഇതിൻ്റെ കോപ്പി അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് മലയാളത്തിലായ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കാരണം മേടിച്ചതാണ്. ഇതുപോലത്തെ എല്ലാ പ്രാവശ്യവും ഓരോ ബുക്ക് മേടിച്ച് അതിൽ ഡെയിലി കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. എന്നൊന്നും എഴുതാറില്ല, പക്ഷേ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ വന്നിട്ട് നമ്മൾ ബലൂൺ പോലെ പൊട്ടി പോകാറാകുമ്പോൾ അത് എഴുതും. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ചുങ്ങി പോകും. ഞാനത് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചെഴുതുന്ന ഒരു ചുവട് എന്ന് പറയുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ യോഗ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വർക്കൗട്ടിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വർക്കൗട്ടിങ് അല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ 1-2 വട്ടം വർക്കൗട്ട് ചെയ്യാനും ഒരു അരമണിക്കൂർ ഡെയിലി നടക്കാനും പിന്നെ യോഗ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. യോഗ 2 നേരം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫൈബ്രോയിഡ് ഉള്ള കാരണം കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വീട് എപ്പോഴും ക്ലീനായിട്ടും നീറ്റായിട്ടും ഇടണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. താഴത്ത് മാത്രം, മുകളിൽ എപ്പോഴും നീറ്റും ക്ലീനായിട്ടിരിക്കും, താഴത്ത് മാത്രം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചി വരാറുണ്ട്, ശാന്തമ്മ കൊണ്ട് വരാറുണ്ട്. ആൾ മാസത്തിലൊരിക്കലൊക്കെ വരാറ്. ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമോ ഒക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമൊക്കെ വന്നതാന്ന് തോന്നുന്നു. അപ്പോൾ ആഴ്ചയിലൊരിക്കലും ആളെ വിളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അമിത ജോലി ചെയ്യാതിരിക്കുക, അതായത് ആൾ ചത്ത മീൻ പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ ചേച്ചിമാർ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ എഴുതി അറിയിക്കാറുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് നമ്മുടെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് എഴുതണത്. നമ്മുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാൻ, അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടായി, കുഞ്ഞൻ അവരോട് സംസാരിക്കാനായിട്ടുള്ള സമയം, അതുപോലെ തന്നെ ശ്രീകുട്ടനോടും ഭാഗ്യനോടും സംസാരിക്കാനുള്ള സമയം, അതൊക്കെ കണ്ടെത്തേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഡെയിലി ഉള്ളതാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് അധികം വരികയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഇളമീൻ ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് അന്നത്തെ ഫുഡ് അന്നു തന്നെ കഴിക്കുക എന്നുള്ള രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത് എന്നുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാലത്ത് എണീക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ബെഡിൽ നിന്ന് എനിക്ക് വരിക എന്നുള്ള തീരുമാനങ്ങളുണ്ട്. ശ്രീകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുക, ഭാഗ്യൻ്റെ കൂടെ കുറച്ച് നേരം വർത്താനം പറയാം. ഇത്രയൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ ചുരുക്കത്തിൽ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ മാത്രമാണ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിലത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നതാണ് പ്രശ്നക്കാരൻ. അത് ഏതൊരു വ്യക്തിയുടെ കൂടെയാണ്. ഇപ്പോൾ ശ്രീകുട്ടൻ്റെ കൂടെ എനിക്കുള്ളത്, ശ്രീകുട്ടനും ഞാനും പഠനത്തിൻ്റെ പേരിൽ തല്ലുകൂടുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കുകയാണെന്ന് വിചാരിക്കണമെങ്കിൽ ശ്രീകുട്ടനും ഞാനും തമ്മിലുള്ള വഴക്കല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പഠനമാണ്. എനിക്ക് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഭാഗ്യനും ഞാനും കൂടി എന്തെങ്കിലും റീസൺ തല്ലുകൂടുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യനും ഞാനും തമ്മിലുള്ള പ്രശ്നമല്ല, അതിൻ്റെ ഉള്ളിലൊരു റീസൺ ഉണ്ടാവും. അതാണ് ആ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് നമുക്ക് എന്താ പറയുക സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അത് പോസിറ്റീവായാലും ഗുണമായാലും ദോഷമായാലും നല്ലതുകളായാലും പൊട്ടകളായാലും നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമുള്ളപ്പോൾ അത് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണോ, ഞാൻ ദുഃഖമായിട്ട് ജീവിക്കണോ എന്ന്. വേറൊരാളെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളതിൻ്റെ തലയിലെ ഉള്ളിൽ കയറ്റി വെച്ച് നമ്മൾ ഭയങ്കര ബാഡായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെയല്ലേ ബാധിക്കുക. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ ഇരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2024 നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളായിട്ടിരിക്കുക, കുറച്ച് പോസിറ്റീവായിട്ടിരിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക കുറച്ച് സമയമെങ്കിലും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പിയാവും. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പിയാവും. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നല്ലൊരു വർഷമാവട്ടെ 2024 എന്ന് പ്രാർത്ഥിക്കണം. പുതിയ കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്ത് കാണണം എന്നുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ശ്രീ ഇങ്ങനെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു തുടക്കവും പുതിയൊരു ബോം ബ്ലാസ്റ്റിംഗ് ഫെൻറ്റാസ്റ്റിക് ഇയർ ആവട്ടെ 2024 എന്ന് ആശംസിക്കുകയാണ്. ഭാഗ്യ ഏട്ടാ, 2024 നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബി ഹാപ്പി ഫാമിലിയോട്. എൻ്റെ ഇവിടെ തല വെച്ചിട്ട് പറയും, ഇന്നലെ കാണണം. അത് സാരില്ല. ആകെ വാഴയൊക്കെ നനയ്ക്കാൻ പോയിട്ട് ഇപ്പൊ രാത്രി വന്നുള്ളൂ. അവിടെ വാൽവ് തുറക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. 2024 എന്താണ് പുതിയ റെസല്യൂഷൻ? 2024 റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ല തുടക്കമായിരുന്നില്ലേ 2024? നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു തുടക്കമായിരുന്നു നമുക്ക്. പിന്നെന്താ പറയാ, നമ്മള് ആ ക്ലാസ്സിന് പോയ കാരണം കുറെ നല്ല തീരുമാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. എന്താവും അറിയില്ല. യോഗയൊക്കെ വേണം. ഇപ്പൊ ഈ ആകെ ഞാൻ ചെയ്യുന്നുണ്ട് പുസ്തകം പോലെയാണ്.
അയ്യോ കുത്തടിഞ്ഞ പുസ്തകം കെട്ടഴിഞ്ഞ പുസ്തകം. അല്ല, എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോന്ന് പറയാ അവരുടെ തീരുമാനങ്ങൾ? ഞാൻ ഫിസിക്കനാവാൻ തീരുമാനിച്ചു. ധാരാളം ചെലവാക്കുന്ന ഒരു കാര്യമില്ല, ഇന്നും കൂടി ആവശ്യങ്ങളനുസരിച്ച് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തോന്നി. കാരണം അല്ല, ഒന്നും ഒറ്റയടിക്ക് നടക്കില്ല, ഒറ്റയടിക്ക് എല്ലാം നടക്കില്ല. നമ്മൾ പരിശീലിച്ചു വരുമ്പോ അതിന്റെ ഭാഗമായിട്ട്. അമ്മേ, മുതിർന്നവരെന്ന് പറഞ്ഞാൽ മുതിർന്നവര് പറയുന്നത് കേൾക്കാൻ ശ്രീകുട്ടൻ മാറ്റാനും വേണ്ടിയിട്ടുള്ള പൊട്ടശീലങ്ങളൊന്നും ഇല്ല തൽക്കാലം എന്ന് തോന്നുന്നു. ഞാൻ പറയായിരുന്നിട്ട് അവരുടെ അടുത്തേ, നമ്മൾ സന്തോഷമായിട്ടിരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ അതാണ് ഏറ്റവും വലിയ തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ സന്തോഷത്തെക്കാൾ കൂടുതൽ വേറെ പലതൊക്കെ ഉണ്ടാവും. അതെന്താ? നമ്മുടെ ചുറ്റുമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചുറ്റും വെച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ അവരെ മാത്രമല്ലേ കണക്കിലാക്കണുള്ളൂ നമ്മുടെ ലൈഫിൽ. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ലല്ലോ. ഈ 2024 തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മൾ ഇത്തിരി സൗമ്യരാവണം, ശാന്തരാവണം, മറ്റുള്ളവരെ മനസ്സിലാക്കണം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാ, പക്ഷെ ഭാഗ്യം അതൊക്കെ മനസ്സിലാവാൻ ആകർഷികമായിട്ട് എത്തിപ്പെട്ട ഒരാളാണ്. കാരണം ഞാൻ പോകണമെന്ന് വിചാരിച്ചൊന്നുമല്ല, ആൾ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാ എനിക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞു കുറച്ചേരം ഈശ്വരനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ അടുത്ത്. അതെ, അതായത് 2023 അവസാനം 2024 തുടക്കത്തിലും നമ്മൾ ഇന്നർ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 7 ദിവസത്തെ കോഴ്സായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു മെഡിറ്റേഷന് പോകുന്നുണ്ടായിരുന്നു. ഇന്നർ എഞ്ചിനീയറിങ്ങിൻ്റെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്നാണ് കോഴ്സ് കഴിഞ്ഞത്. അത് ഒരു 42 ദിവസത്തെ മണ്ഡലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ഞാനങ്ങനെ അത് കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വേറെ ഫീലാണ് അത് ചെയ്യുമ്പോൾ കേട്ടോ. നമ്മൾ വേറൊരു ലോകത്ത് എത്തിച്ചെല്ലും, ഒരു ആത്മീയതയുടെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. നമ്മൾ കുറേ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് സമയം അവരുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയ പോലെ എന്തൊക്കെയോ നമ്മളിൽ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. ബൈക്കിലായിരുന്നു. അപ്പോൾ അതാണ്, പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളോട് കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ വന്നത്. വർത്തമാനം തുടങ്ങിയിട്ട് കുറേ നേരമായി തോന്നുന്നു. ഞാൻ കയറി വരുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, എനിക്ക് എന്ത് പറയണം, എങ്ങനെയാണ് ഒരു എനിക്കിപ്പോഴും എൻ്റെ മനസ്സിന് എവിടെയോ ഇങ്ങനെ പറത്തി വിട്ടൊരു ഫീലാണ്. പണ്ടത്തെ ഒരു പിടുത്തം കിട്ടണില്ല. ഞാനത് പതുക്കെ പിടിച്ചെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇന്നർ എഞ്ചിനീയറിങ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടിപൊളിയായിട്ടിരിക്കുക എല്ലാവരും. പുതിയ തുടക്കം. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി പറയാം. അപ്പം നമുക്ക് ഇനി പതുക്കെ നമ്മുടെ എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫും അടക്കലും ഒതുക്കലും ചെടിത്തോട്ട വീഡിയോസൊക്കെ ആയിട്ട്. അമ്മേ, ശ്രീകുട്ടൻ ബി ഹാപ്പി വിത്ത് WITH ക്യാപിറ്റൽ ഇടുന്നോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.